ഹായ്, ഞാൻ മോളമ്മയാണ്. ഷുഗർ ബാറിൽ നിന്നും നമുക്ക് ഒരപ്പം ഉണ്ടാക്കാമേ. അതിനായിട്ട് 3 തണ്ട് കറിവേപ്പിലയും 6 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2 ചെറിയ സവാളയും 2 കോഴിമുട്ടകളും 1/4 കപ്പ് ചിരണ്ടിയ തേങ്ങയും വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്തു വെക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയുണ്ട്, അതാണ് പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ അപ്പത്തിനെ ഞങ്ങൾ മുട്ടയപ്പം എന്നാണ് വിളിക്കാറുള്ളത്. അതിന് കാരണവും കണ്ടല്ലോ, മുട്ടയാണ്. ഈ അപ്പത്തിൽ നമ്മൾ 2 മുട്ടയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയും ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് വറുത്ത നൈസായ അരിപ്പൊടിയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങയും ഇടാം. 1/4 കപ്പിൻ്റെ സ്ഥാനത്ത് 1 കപ്പ് തേങ്ങയുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല, ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുമെന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പില 3 തണ്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, 3 തണ്ടും ഇട്ടുകൊടുത്തു. വറ്റൽ മുളകിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്, അതും ആഡ് ചെയ്യാം. സവാള 2 എണ്ണം ചെറുതാണ്, അതിനെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായി കൊത്തിയരിയണേ, അതും ആഡ് ചെയ്യാം. എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം, അതും ഇടാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുട്ട. ഈ അപ്പത്തിന് പേര് തന്നെ മുട്ടയപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പഞ്ചസാര, അത് 2 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതും ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കണം. കട്ട കെട്ടാതെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഒരു തവി ഉപയോഗിച്ച് കോരി ഒഴിക്കാൻ പാകത്തിന് ലൂസായിട്ട് വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാനേ, മറന്നു പോവരുത്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ പേജിൻ്റെ പേര്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത്രയേ ഉള്ളൂ. പിന്നെയുണ്ടല്ലോ, ഇതുണ്ടാക്കുന്നത് ഒന്നെങ്കിൽ ഫ്രൈയിങ് പാനിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഉണ്ടാക്കാവുന്നതാണ്. വെച്ച പാത്രം നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച്, വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ. എണ്ണയൊഴിച്ച് അത് ചൂടായി വന്നതിന് ശേഷം തവിയിൽ 2 പ്രാവശ്യമായിട്ട് മാവ് കോരി ഒഴിക്കാവുന്നതാണ്. തീരെ നൈസായി പരത്തുകയും വേണ്ട, ഭയങ്കര കനത്തിലും പരത്തരുത്. എന്നിട്ട് ഒരു സൈഡായി കഴിയുമ്പോൾ അതിനെ മറിച്ചിട്ട് വീണ്ടും ചുട്ടെടുക്കാവുന്നതാണ്. അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് മധുരമായിട്ടോ, അതായത് ഓവർ മധുരമായിട്ടോ ഓവർ എരിവായിട്ടോ ഇല്ല. ഇതൊരു ന്യൂട്രലായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. സംഭവം ഒരു വ്യത്യസ്തമായ രുചിയാണ്. എൻ്റെ അപ്പന് ഇത് രാത്രിയിൽ കഴിക്കാനായിട്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ ഫുഡായിട്ട് ഇതായിരുന്നു അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ആ ഓർമ്മയിലാണ് ഞാനിപ്പോൾ അമ്മയിൽ നിന്നും ഈ റെസിപ്പികളെല്ലാം ചോദിച്ച് ഇതുണ്ടാക്കി കാണിച്ചതേ. അത്രയേ ഉള്ളൂ.